ബിഗ് ബോസ് മലയാള സീസൺ 7 അപ്ഡേഷനിലോട്ട് കടക്കാൻ വേണ്ടി ആദ്യമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ബിഗ് ബോസ് തന്നെ ബിന്നിക്ക് വാണിംഗ് കൊടുക്കുകയാണ്. അതായത് ഒരാളുടെ പ്രാഥമിക കാര്യം തടഞ്ഞു വെക്കാനുള്ള ഒരു റൈറ്റ്സും ഇവിടെ ആർക്കും ഇല്ല എന്നുള്ളത്. അങ്ങനെ മുന്നേ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് വന്നാലും എന്നോട് സോറി പറയാതെ ഞാൻ ഈ ഒരു ജയിലിൻ്റെ വാതിൽ തുറക്കില്ല എന്ന് ഭയങ്കര ശാഠ്യം പിടിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു ബിന്നി. പക്ഷേ അതായത് ഷാനവാസ് അത് അവിടെ ജയിച്ചു. കാരണം ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു ജയിലിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് അവർ ബാത്റൂമിൽ പോയി വരട്ടെ എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ബിന്നി അത് തോറ്റേൻ്റെ കുറച്ച് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്കുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് വർത്താനം പറയാനും ഷാനവാസിൻ്റെ മെക്കിട്ട് കയറാനുമായിട്ട് ബിന്നി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് നല്ല ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടുകയും ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് അതായത് ആര്യൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ബിന്നി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യന് ചിരി വരുന്നുണ്ട്, പുള്ളിക്കാരൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഒരു പ്രശ്നത്തിനിടയിൽ അനുമോളും അതേപോലെ തന്നെ ആദിലയും നൂറയും എല്ലാം തന്നെ അവിടെ നിന്ന് ആ ഒരു കോഴി ടാസ്ക് കഴിഞ്ഞ സമയത്ത് അവർ കിട്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അടിക്കാനായിട്ട്. അവർ അത് വെച്ച് അടിച്ച് അവിടെ നിന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പുര കത്തുമ്പം വാഴ വെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയില്ല, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിന്നി അവിടെ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞു. ഓൾറെഡി എന്തോ ആയിക്കൊള്ളട്ടെ, അതായത് ഇതൊരു ബിഗ് ബോസ് ഹൗസാണ്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള പ്രകോപനങ്ങളും കാര്യങ്ങളും ഇൻസൾട്ടുകളും എല്ലാം തന്നെ നേരിടേണ്ടതായിട്ട് വരും. അതൊക്കെ സഹിക്കാനും പൊറുക്കാനും അല്ലെങ്കിൽ അതൊക്കെ ക്ഷമിക്കാനും കഴിയുന്ന ആളുകൾ മാത്രമല്ലേ ബിഗ് ബോസ് ഹൗസിലോട്ട് വരേണ്ടതുള്ളൂ. അല്ലാതെ അതായത് ക്യാപ്റ്റനായ നിലയിൽ എന്നെ ആരും അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ അവർ വലിയ ആളെന്ന രീതിയിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്ത് ഒരു ന്യായമാണുള്ളതെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ അതായത് ജാഫറിൻ്റെ സീസണിലൊക്കെ ജാസ്മിൻ തരത്തിലുള്ള അതായത് കാര്യങ്ങളാണ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ പുള്ളിക്കാരത്തൊന്നും പക്ഷേ ഇങ്ങനെയൊന്നും പ്രതികരിച്ചായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് അന്നേരം സംസാരിച്ച ഓരോ കാര്യങ്ങൾ അതായത് സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതായത് ഒരാളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ ലൈവിൽ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ശ്രീതു, അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച കുറച്ച് വ്യക്തികളാണ്. പക്ഷേ ജാസ്മിന് കുറേ തെറ്റുകൾ എന്തായാലും പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ബിന്നിയുടെ കാര്യത്തിൽ അതായത് ഒരു ന്യായവും എനിക്ക് പറയാനില്ല. കാരണം ഒരാളുടെ പ്രാഥമിക ആവശ്യം പോലും പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ അവിടെ നിർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ജയിൽ തുറന്നു തരില്ല, അതായത് എന്നോട് സോറി പറയാതെ എന്നോട് മാപ്പ് പറയാതെ ഞാൻ തുറന്നു തരത്തില്ലേ എന്ന് പൂർണ്ണമായും ഉറപ്പിച്ച് ബിന്നി പറയുന്നുണ്ട്. അതിനുശേഷം അതായത് ഷാനവാസ് പറയുന്നുണ്ട്, ബിഗ് ബോസ് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞങ്ങളുടെ അതായത് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോലും അതായത് നിങ്ങൾ സമ്മതിക്കില്ലേ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ഷാനവാസ് ക്യാമറ നോക്കി പറഞ്ഞു. ആ ഒരു സമയത്താണ് ബിഗ് ബോസ് പറയുന്നത്, നിർത്തുക, നിങ്ങളെ വാശിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തുക, അതായത് അയാൾക്ക് ബാത്റൂമിൽ പോകാനുള്ള അവസരം കൊടുക്കുക, ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട്. അതോടെ ബിന്നിയുടെ വടലം പൂട്ടി മൂഞ്ചി എന്ന് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും പറയാം. എന്തായാലും ബിന്നിയുടെ വിളച്ചിലും കാര്യങ്ങളൊന്നും ഷാനവാസിൻ്റെ അടുത്ത് നടക്കില്ല എന്നുള്ളത് അതായത് ബിന്നിക്ക് നന്നായിട്ട് അറിയാം. ബിന്നി പക്ഷേ ഇന്നലെ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി എനിക്ക് തോന്നുന്നത് വെറും ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരത്തിക്ക് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, പുള്ളിക്കാരത്തി ഒന്നും അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അതായത് എന്താണ് ചെയ്യുന്നത്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇമ്മ്യൂണിറ്റി കാർഡ് പോലും എങ്ങനെയോ കിട്ടിപ്പോയി. എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം.